എല്ലാ കാര്യവും മൊല്ലാക്കറിയാം, മൊല്ലാ കാര്യം അള്ളാക്കറിയാം എന്ന് കേട്ടിട്ടുണ്ട്. മലബാറിലെ മുസ്ലിം സമുദായക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു ചൊല്ലാണ്. ഈ മുല്ലമാരെ പൊതുവെ പരിഹസിക്കുന്ന ഒരുപാട് ചൊല്ലുകളുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനിയുമുണ്ട് ഇടയ്ക്ക് ഇതുപോലെ ഓരോന്ന് നമ്മൾ കയ്യിൽ നിന്ന് ഇറക്കാം. ഇപ്പോൾ ഇത് ഓർക്കാൻ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ മുല്ലമാർ പലരും പള്ളിയിൽ വയള് പറയുന്ന കൂട്ടത്തിൽ, അല്ലെങ്കിൽ ജുമാക്ക് പ്രസംഗം നടത്തുന്ന കൂട്ടത്തിൽ പല അബദ്ധങ്ങളും പറയാറുണ്ട്. അതിനൊന്നും ചരിത്രപരമായിട്ടോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടോ സാങ്കേതികമായിട്ടോ വലിയ നിലനിൽപ്പൊന്നും ഉണ്ടാവില്ല. പഴയ പോലെയല്ല. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സാമൂഹ്യ മാധ്യമങ്ങളിലോട്ടും ദൃശ്യമാധ്യമങ്ങളിലോട്ടും ഇവർ പറയുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ കൂടി കൂടി പ്രചരിക്കും. അപ്പോൾ ഇത് മൊത്തത്തിൽ സമുദായ അംഗങ്ങൾക്ക് അപമാനകരമായിട്ട് ഭവിക്കും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമീപകാലത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണ ദിവസമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു മുസ്ലിയാർ, അദ്ദേഹം സുന്നി പണ്ഡിതനാണെന്ന് തോന്നുന്നു, യൂട്യൂബിൽ വന്ന് പ്രസംഗിക്കുകയാണ്. മൺമറഞ്ഞ മഹാഗായകൻ മുഹമ്മദ് റഫി എന്നാണ് ശരിക്കും പറയേണ്ടത്. പക്ഷേ മുസ്ലിയാർക്ക് അതറിയില്ല, പുള്ളി മുഹമ്മദ് റാഫി എന്നാണ് പറയുന്നത്. ഈ മുഹമ്മദ് റാഫി ഒരു മുത്തക്കിയായിരുന്നു. മുത്തക്കി എന്ന് വെച്ചാൽ മതാചാരങ്ങളൊക്കെ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഭക്തനായിട്ടുള്ളൊരു മനുഷ്യൻ. അതിൽ നമുക്ക് ആർക്കും സംശയമില്ല. ഒരു മുത്തക്കിയായിരുന്നു. കാര്യം, സിനിമ ഹറാമാണ്, സിനിമയ്ക്ക് വേണ്ടി പാട്ട് പാടുന്നത് ഹറാമാണ്. എങ്കിലും ഇദ്ദേഹം പരമഭക്തനായതുകൊണ്ട് പുള്ളിക്ക് സ്വർഗരാജ്യം ലഭിച്ചു കാണും എന്നാണ് മുസ്ലിയാരുടെ ഒരു അനുമാനം. മുസ്ലിയാർ സ്വർഗത്തിലൊന്നും പോയി നോക്കിയിട്ടില്ല. എന്നാലും പുള്ളിയുടെ ഖുർആനികമായിട്ടുള്ള അറിവ് വെച്ച് നോക്കുമ്പോൾ മുഹമ്മദ് റാഫി സ്വർഗത്തിലാവാനാണ് സാധ്യത. അതിന് പുള്ളി രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, മുഹമ്മദ് റാഫി പാടിയ പാട്ടുകളുള്ള സിനിമകൾ പോലും അദ്ദേഹം കണ്ടിരുന്നില്ല. കാരണം സിനിമ ഹറാമാണെന്ന് പുള്ളിക്കറിയാമായിരുന്നു. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ മക്കളാരും സിനിമയിൽ പാടാൻ പുള്ളി സമ്മതിച്ചിട്ടില്ല. മക്കൾ പാട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും സിനിമയിൽ പാടരുത് എന്ന് റാഫി വിലക്കി എന്നാണ് ഈ മുസ്ലിയാർ പറയുന്നത്. മുസ്ലിയാർക്ക് എവിടെ നിന്നാണ് ഈ പാണ്ഡിത്യം കിട്ടിയതെന്ന് എനിക്കറിയില്ല. ഇത് കേട്ട് മുഹമ്മദ് റാഫി ഏതായാലും സ്വർഗത്തിലായിരിക്കുമല്ലോ എന്ന് കരുതി ഞാൻ സമാധാനിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ എതിരാളിയായ വേറൊരു പണ്ഡിതൻ്റെ അതിഗംഭീരമായ വീഡിയോ. അത് കണ്ടപ്പോൾ എൻ്റെ സപ്തനാടികൾ തളർന്നുപോയി. രണ്ടാമത്തെ പണ്ഡിതൻ പറയുന്നത് ഈ മുഹമ്മദ് റാഫി ഒരു മുത്തക്കിയാണ് എന്ന് ആദ്യം പറഞ്ഞ മുസ്ലിയാർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്. ഇയാൾക്ക് ഇതാരാണ് പറഞ്ഞു കൊടുത്തത്? പുള്ളി സ്വർഗത്തിലോ നരകത്തിലോ പോയി നോക്കിയിട്ടുണ്ടോ? രണ്ടാമത്, ഇനി മകനെ പാട്ട് പഠിപ്പിച്ചില്ല, മക്കളാരും പാട്ട് പാടരുത് എന്ന് വിലക്കിയത് കൊണ്ട് ഈ ഹറാമായ സിനിമയ്ക്ക് വേണ്ടി പാടിയ ഹറാം പിറപ്പ് ഇല്ലാതാവുന്നുണ്ടോ? അതുമില്ല. അതുകൊണ്ട് മുഹമ്മദ് റാഫി തീർച്ചയായിട്ടും നരകത്തിലായിരിക്കും. ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. മുഹമ്മദ് റാഫി നരകത്തിലാണെങ്കിൽ നൗഷാദ് എവിടെയായിരിക്കും? ഈ നൗഷാദിനും റാഫിക്കും വേണ്ടി പാട്ട് എഴുതിയ ഷക്കിൽ ബദായൂണി എവിടെയായിരിക്കും? ഹസ്രത്ത് ജയ്പൂരി എവിടെയായിരിക്കും? റാഫിയെ പോലെ തന്നെ പാടിയ തലത്ത് മെഹ്മൂദ് എവിടെയായിരിക്കും? സുരയ്യ എവിടെയായിരിക്കും? നൂർജഹാൻ എവിടെയായിരിക്കും? പോട്ടെ, നമുക്ക് അവർക്ക് പ്രിയങ്കരനായ മെഗാസ്റ്റാർ മമ്മൂട്ടി എവിടെയായിരിക്കും? പുള്ളി നരകത്തിൻ്റെ എത്രാമത്തെ അഗാധതയിലായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കൈകാലം തളർന്നു പോയത് അങ്ങനെയാണ്. മമ്മൂട്ടിയുടെ പേരെടുത്ത് പറയാനായിട്ട് മുസ്ലിംകാർക്ക് ധൈര്യം വന്നില്ല. കാര്യം ആൾക്കാർ പുള്ളിയെ ചുമരോട് ചേർത്ത് നിർത്തി അല്ലെങ്കിൽ ഇടി വെച്ചു കൊടുക്കും. അത് പുള്ളിക്കറിയാം. അതുകൊണ്ട് എന്നോ മരിച്ച് മൺമറഞ്ഞു പോയ മുഹമ്മദ് റാഫി ഇപ്പോൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ, ഇനി വേറെ എവിടെയെങ്കിലും ആണോ എന്ന വിഷയത്തെക്കുറിച്ച് ഇവിടെ ഇരുന്ന് നമ്മുടെ കേരളത്തിലിരുന്ന് തർക്കിക്കുന്ന ഈ മദ്രസ പൊട്ടന്മാരെക്കുറിച്ച് ഞാൻ എന്ത് പറയാൻ? ഞാനിത് പറയുമ്പോൾ ഇവരോടുള്ള വിരോധം കൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാം ദീനിനോടുള്ള എന്തെങ്കിലും പരിഹാസം കൊണ്ട് പറയുന്നതായിരിക്കും. ഇതൊക്കെ പൊതു മധ്യത്തിൽ പറയുന്ന വിഡിത്തങ്ങളാണ്. മുഹമ്മദ് റാഫി സ്വർഗത്തിലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായ ഒരു ഗായകൻ സ്വർഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയായിരിക്കും. അതിന് വലിയ പാണ്ഡിത്യമൊന്നും ആവശ്യമില്ല. നൗഷാദും അവിടെ തന്നെ ഉണ്ടാവും. ഹസ്രത്ത് ജയ്പൂരിയും ഷക്കീൽ ബദായൂണിയും അവിടെ തന്നെ ഉണ്ടാവും. യാതൊരു സംശയവും വേണ്ട. മമ്മൂട്ടിയും മരിക്കുന്ന ആ സമയത്ത് തീർച്ചയായിട്ടും സ്വർഗമുണ്ടെങ്കിൽ സ്വർഗത്തിലായിരിക്കും, അല്ലാണ്ട് നരകത്തിലായിരിക്കില്ല. ഞാനിപ്പോൾ പറയാമെന്ന് വേറൊരു കാര്യമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചില മുസ്ലിയാക്കന്മാർ ഇസ്ലാം ദീനിൽ വിശ്വസിക്കുന്നവരാരും ഓണം ആഘോഷിക്കരുത് എന്നൊരു ഫത്വ പുറപ്പെടുവിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവരിൽ പലരും നബിദിനം ആഘോഷിക്കരുത് എന്നും ശാഠ്യമുള്ളവരാണ്. ഈ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും നബിദിനം ആഘോഷിക്കാതിരിക്കുന്നുണ്ടോ? നബിദിനം ആളുകൾ പഴയ പോലെ തന്നെ ഹുബ്ബു റസൂൽ നടത്തിയിട്ട് അതുപോലെ മറ്റ് പരിപാടികൾ സംഘടിപ്പിച്ചു ആഘോഷിക്കും, തിമർത്ത് ആഘോഷിക്കും. കാരണം മനുഷ്യർക്ക് ആഘോഷിക്കണ്ടേ, മനുഷ്യരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉല്ലാസം ഉണ്ടാകണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഈ അമ്പലത്തിൽ ഉത്സവം നടത്തുന്നത്, പള്ളി പെരുന്നാൾ നടത്തുന്നത്, നബിദിനം പോലെയുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അത് മുസ്ലിയാക്കന്മാർ പറഞ്ഞാലും മൗലവിമാർ പറഞ്ഞാലും നിർത്തലാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഓണാഘോഷം. ഓണാഘോഷത്തിൽ പങ്കെടുക്കരുത് എന്ന് ഇവർ വിലക്കിയിട്ട് വല്ല വിശേഷമുണ്ട്?
തീർച്ചയായിട്ടും ആളുകൾ പങ്കെടുക്കും. ഇത്തവണത്തെ ഓണത്തിന് തന്നെ കണ്ടില്ലേ എത്ര എത്ര ആളുകളാണ്. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ എല്ലാവരും ഇടകലർന്ന് ഓണം ആഘോഷിക്കുകയാണ്. ഈ മുസ്ലിയാക്കന്മാരുടെ വിലക്കുണ്ടായിട്ട്, മൗലവിമാരുടെ വിലക്കുണ്ടായിട്ട്, മുല്ലകമാരുടെ വിലക്കുണ്ടായിട്ട് വല്ല വിശേഷമുണ്ടോ? ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളടക്കം, വളരെ ആവേശത്തോടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു. എന്ന് വെച്ച് ഇത് പറയുന്ന മുല്ലമാർക്ക് വല്ല ഉളുപ്പുമുണ്ടോ? വല്ല ചളിപ്പുമുണ്ടോ? എന്തെങ്കിലും ലജ്ജ എന്ന് പറഞ്ഞ സാധനം അവരുടെ പരിസരത്തിൽ പോയിട്ടുണ്ടോ? ഇല്ല. അവരടുത്തുപോലെ ഇതേ വിലക്ക് തന്നെ കൽപ്പിക്കും. ഇപ്പം ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വേറൊരു വിലക്കിൻ്റെ കാര്യമാണ്. ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്നല്ലോ, വേൾഡ് കപ്പ്. വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടുത്തെ മുല്ലമാർ പലരും വന്നിട്ട് വമ്പിച്ച പ്രസംഗമായിരുന്നു. സുന്നി, വഹാബി, മൗദൂദി വ്യത്യാസമില്ല. എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞ് ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു കളിയാണ്. ആ കളി നമ്മൾ അമിതമായിട്ട് താല്പര്യപ്പെടുന്നത്. മെസ്സിയുടെ കട്ടൗട്ട് വെക്കരുത്, മെസ്സിയെ ആരും ആരാധിക്കരുത്. അർജൻറ്റീന തന്നെ ആ ഒരു പിഴച്ച വർഗമാണ്, അവർ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരാണ്, നമ്മുടെ ദീനിന് പറ്റിയ ആളുകളല്ല എന്നൊക്കെ പറഞ്ഞു. വല്ല വിശേഷമുണ്ട്? ഇല്ല. സകല ആളുകളും ആ ഫുട്ബോൾ കളി രാത്രി ടി വി വെച്ച് കണ്ടു. ഇടയ്ക്ക് കറണ്ട് പോയപ്പോൾ KSEBിയുടെ ഓഫീസിൽ പോയി ബഹളമുണ്ടായി. മുസ്ലിങ്ങൾ കണ്ടു, ക്രിസ്ത്യാനികൾ കണ്ടു, ഹിന്ദുക്കൾ കണ്ടു, ലോകമെമ്പാടുമുള്ള ആളുകൾ കണ്ടു, സൗദി അറേബ്യയിലുള്ളവരും കണ്ടു, ഖത്തറിലിരിക്കുന്നവരും കണ്ടു. കാരണം ഇവിടുത്തെ മുല്ലാക്കന്മാർ പറയുന്നത് അവിടെ ആളുകൾ കേൾക്കില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയോ ലയണൽ മെസ്സിയുടെയോ വേറെ ഏതെങ്കിലും ഒരു കളിക്കാരൻ്റെയോ ജനപ്രീതി തരിമ്പും കുറവുണ്ടായില്ല. കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെ നടന്നു. ഒരു വ്യത്യാസവും സംഭവിച്ചില്ല. അപ്പോൾ ഇവരിവിടെ നിന്ന് ഫത്വ ഇറക്കാന്നല്ലാണ്ട് ഒരു വിശേഷവുമില്ല. എന്ന് വെച്ച് ഇവരിത് ചെയ്യാതിരിക്കും? അതും ചെയ്യില്ല. അതാണ് പണ്ട് ഈ കാരണവന്മാർ പറഞ്ഞത്, ഓതി ഓതി ഓൻ്റെ ഉള്ള ബുദ്ധിയും പോയി എന്ന്. ഈ ഓതി ഓതി ഉള്ള ബുദ്ധിയും പോയ ആളുകളാണ് സത്യത്തിൽ ഇസ്ലാം ദീനിന് മൊത്തത്തിൽ ചെയ്തപ്പേരുണ്ടായത്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ പത്രത്തിൽ പത്മരാജന് ജാമ്യം കൊടുത്ത് സർക്കാർ ഇരന്ന് വാങ്ങിയ തോൽവി. ഇതൊക്കെ മുസ്ലിയാക്കന്മാരോട് തീരുമാനിക്കുന്നത് സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയലാണ്. എന്നാൽ പിന്നെ എഡിറ്റോറിയൽ എഴുതുന്ന മൊല്ലാക്കയ്ക്ക് കോടതി പോയി വാദിച്ചാൽ പോരെ? നമ്മൾ ആരെങ്കിലും വിലയ്ക്കോ? സമസ്തയ്ക്ക് അത്ര വലിയ വാശിയുണ്ട് ഈ കേസിലേക്ക്. അവരൊരു വക്കീലിനെ വെച്ച് വാദിക്കട്ടെ. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി അസഫ് അലി എന്ന് പറഞ്ഞ പ്രഗത്ഭനായ പണ്ഡിതനായ അഭിഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം എത്രയുണ്ട്, കേസ് നടത്തലിൽ പുള്ളിക്കുള്ള വൈഭവം എത്രയാണെന്നുള്ളത് ഈ മൊല്ലാക്കന്മാർക്കറിയാം? അറിയില്ല. അവർക്ക് ഒന്നിനെ പറ്റി ഒരു ധാരണയുമില്ല. സുപ്രഭാതത്തിൽ പേന ഉന്തുന്ന മുഖപ്രസംഗം എഴുത്തുകാരനറിയാമോ? അതും അറിയില്ല. വെറുതെ എഴുതി വിടുകയാണ്. ഭരണകൂട ഭീകരത. ഇവിടെ ഈ മദ്രസ അധ്യാപകന്മാർ പീഡിപ്പിച്ച എത്ര എത്ര കേസുകളുണ്ട് ഇല്ലേ? കഴിഞ്ഞ ദിവസമാണ് ഒരു അധ്യാപകൻ മരണപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. അതിന് തൊട്ടു മുമ്പത്തെ ദിവസമാണ് എവിടെ കേരളത്തിൽ നിന്ന് പീഡനം നടത്തിയിട്ട് കേരളത്തിന് പുറത്ത് ഒളിവിൽ കഴിഞ്ഞ വേറൊരു പണ്ഡിതനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോഴൊക്കെ സുപ്രഭാതത്തിന് എന്തെങ്കിലും വേവലാതി ഉള്ളതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിറാജിന് വേവലാതി ഉണ്ടായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാധ്യമത്തിന് എന്തെങ്കിലും മനപ്രയാസം ഉണ്ടായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് തന്നെയാണ് കാരണം. ഇപ്പോൾ പണ്ഡിതന്മാർ പീഡിപ്പിച്ചാൽ അത് പീഡനമല്ല, പപ്പൻ മാഷ് പീഡിപ്പിച്ചാൽ പീഡനമാണ്. ഹൈക്കോടതി ജാമ്യം കൊടുത്താൽ അത് തെറ്റാണ്. അത് പ്രോസിക്യൂഷൻ ഒത്തു കളിച്ചാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ലോജിക്ക് പോകുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് ഇവർ ഈ മദ്രസ പൊട്ടന്മാർ എന്ന് പണ്ട് അറിവുള്ള ആളുകൾ വിളിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പള്ളിയിലെ കാര്യം പടച്ചോനിക്കറിയാം. ഓതി ഓതി ഓനൊരു മൊല്ലയായി, ഒടുവിൽ അതൊരു സ്വല്ലയായി എന്നുണ്ട്. ഞാനിത് പറഞ്ഞത് ഈ മുല്ലമാരെ മൊത്തത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടില്ല. ഇതുപോലെ യൂട്യൂബിൽ വന്നു പത്രത്തിൽ എഴുതി സ്വയം അപമാനിതരാകുന്ന മുല്ലമാരെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ്. ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു.